ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഭാഗവതവാഹിനി അധ്യായം 37. രാക്ഷസരുടെ വിധി. ശ്രീശുകന് അത്യാനന്ദം നൽകുന്ന ഒരു സംഗതിയാണ് കൃഷ്ണന്റെ ബാലലീലകൾ ഓർക്കുന്നതും അവയെ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതും. അതിനാൽ പരീക്ഷിത്ത് ചോദിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിലെ ബാക്കിയുള്ള അല്പം ചില ദിവസങ്ങൾ ഈശ്വര ചിന്തയിൽ ചെലവഴിക്കുക. അതിൽ പരം നല്ല മാർഗമില്ല തന്നെ. അങ്ങനെയല്ലേ ഭഗവാന്റെ ചെയ്തികൾ അമൃതബിന്ദുക്കളാകുന്നു. ഓരോന്നും ആനന്ദത്തിൻ്റെ ഉറവിടമാകുന്നു. നിങ്ങൾ അവയിലേതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. ഞാൻ ഓരോന്നിൻ്റെയും പരമാർത്ഥവും ഞാൻ കണ്ട പ്രഭാവവും പറയാം. ഇത് കേട്ട് പരീക്ഷിത്തു പറഞ്ഞു, ഗുരു, ഗോപാലർക്കിടയിൽ ആശ്ചര്യകരമായി ഭഗവാൻ പെരുമാറിയതെങ്ങനെ എന്ന് പറഞ്ഞു തന്നാലും അതെനിക്ക് സന്തുഷ്ടി നൽകും. അതുനിമിത്തം ജനന മരണ സംസാരക്കെണിയിൽ നിന്ന് മോചനം ലഭിക്കും. ശ്രീശുകൻ തുടർന്നു, ഗോപാലൻ നിത്യവും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കും. ക്ഷണനേരത്തിൽ കുളി മുതലായത് കഴിഞ്ഞ് കാലിത്തൊഴുത്തിൽ ചെല്ലും. അന്ന് മേച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടുന്ന പൈക്കളെയും പശുക്കിടാങ്ങളെയും തിരഞ്ഞെടുക്കും. അവയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കും. അന്ന് തൊഴുത്തിൽ വിട്ടിട്ട് പോകുന്ന കാലികൾക്ക് തിന്നാൻ വയറ് നിറയെ പുല്ല് കൂട്ടിവെക്കും. കൊണ്ടുപോകേണ്ടുന്ന കാലികളെ കയറഴിച്ചുവിട്ട് അവയെ വീടിൻ്റെ മുറ്റത്തേക്ക് തെളിക്കും. പിന്നെ ഗൃഹത്തിനകത്ത് ചെന്ന് തനിക്ക് ആഹരിക്കേണ്ട പഴഞ്ചോറും തൈരും അല്പം ഉപ്പിലിട്ടതും എടുക്കും. ഏട്ടനോട് പുറപ്പെടാനായി മുന്നറിയിപ്പ് നൽകും. എന്നിട്ട് വഴിയിൽ ചെന്ന് നിന്ന് കൂട്ടാളികളെ സജ്ജമാക്കാൻ കാഹളം വിളിക്കും. ഈ ധ്വനി കേട്ട് ഗോപാലന്മാർ പിടഞ്ഞെഴുന്നേറ്റ് സ്വഗൃഹങ്ങളിൽ തങ്ങൾ ചെയ്യേണ്ടതായ പ്രവൃത്തികൾ ധൃതിയിൽ ചെയ്തു തീർത്ത് തങ്ങളുടെ മധ്യാഹ്ന ഭക്ഷണപ്പൊതി എടുത്ത് യശോദയുടെ വസതിയിൽ ചെല്ലും. കൃഷ്ണൻ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുവാൻ സജ്ജമാകും. പിന്നെ ബാലന്മാർ കുഴലൂതിയും മധുര സംഗീതാലാപനം നടത്തിയും പുറപ്പെടുന്നു. ചിലർ മരക്കൊമ്പുകളിലിരിക്കുന്ന കോകിലങ്ങളുടെ കളകൂജനത്തിന് പ്രതിധ്വനി എന്ന പോലെ ഗാനം ആലപിക്കും. ചിലർ ആകാശത്ത് പറക്കുന്ന പറവകളുടെ നിഴൽ പിന്തുടർന്നോടും. മറ്റു ചിലർ പശുക്കളുടെ പുറത്ത് നിവർന്നു കിടന്ന് പാട്ടുപാടും. എന്നാൽ അവരുടെ ശ്രദ്ധ ഗോപാലനിൽ തന്നെയാണ്. അവൻ എന്തു ചെയ്യുന്നു എന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ കാടുകളിലേക്കുള്ള യാത്ര തുടരും. ഗോപാലൻ മുരളി അരക്കെട്ടിൽ തിരുകും. ഭക്ഷണപ്പൊതി ഇടത് കൈയിൽ പിടിച്ച് ശബ്ദമുയർത്തി പാട്ടുപാടിക്കൊണ്ട് പതുക്കെ നടക്കും. പശുക്കളും താളത്തിനൊത്തവണ്ണം നടക്കും. അവ ചെവി കൂർപ്പിച്ച് ആ ദിവ്യഗാനം ശ്രദ്ധിച്ചുകൊണ്ട് ആരാധനാഭാവത്തിൽ തല ഉയർത്തി നോക്കും. അങ്ങനെ അവർ തടാകക്കരയിലെത്തും. പിന്നെ അവർ തുണിക്കെട്ടിലാക്കിയ ഭക്ഷണപ്പൊതിയുമായി വൃക്ഷങ്ങളുടെ തണലിലിരിക്കും. അവയിൽ ഓരോരുത്തരുടെയും രുചിഭേദമനുസരിച്ച് പാൽച്ചോറ്, തൈർച്ചോറ്, നെയ്ച്ചോറ് ഇവ വച്ചിരിക്കും. ഗോപാലൻ തൻ്റെ പൊതിയഴിച്ച് ഉണ്ണാൻ തുടങ്ങിയാലേ കൂട്ടുകാരും ആഹരിക്കാൻ തുടങ്ങൂ. ചിലപ്പോൾ ഗോപാലൻ തൻ്റെ പൊതിയിൽ നിന്നും അല്പം ഭോജ്യമെടുത്ത് ഒരു തോഴന് നൽകും. പകരം അവൻ്റേതിൽ നിന്നും സ്വല്പം സ്വീകരിക്കും. കുട്ടികൾക്ക് സ്വന്തം പൊതിയിൽ നിന്ന് ഗോപാലന് ചോറ് കൊടുക്കുന്നത് അത്ര ഇഷ്ടമല്ല. പൂജാവിധി പ്രകാരം നോക്കിയാണെങ്കിൽ ഒരു തരം ഉച്ഛിഷ്ടമാണല്ലോ. പക്ഷേ ഗോപാലൻ പറയും, എല്ലാവരിലും ഒരേ സത്ത തന്നെയാണ്. അതിനാൽ അവരിൽ നിന്നും വിഭിന്നയാണ് താനെന്ന് ധരിക്കരുതെന്ന്. എല്ലാവരും ഒന്നായിരിക്കെ അശുദ്ധി എങ്ങനെ വരും? പിന്നെ ആ കുസൃതി കൊടുക്കാം. തൻ്റെ തോഴൻ പാതി കടിച്ചു വെച്ച ഉപ്പിലിട്ട മാങ്ങയെടുത്ത് അതിൽ നിന്നും ഒരൽപ്പം കടിച്ച് ചവയ്ക്കും. രാമാവതാരത്തിൽ ശബരി കടിച്ച് സ്വാദ് നോക്കിയ ഇലന്തപ്പഴം തിന്ന ഭഗവാന് ഗോപവാടത്തിലെ സുഹൃത്തുക്കൾ കടിച്ചു വെച്ച ഉപ്പിലിട്ടത് തിന്നുന്നതിൽ എന്ത് വിരോധം? രണ്ടു കൂട്ടരും ഭഗവാനോട് തീവ്ര ഭക്തിയുള്ളവരല്ലേ. ഒരു നാൾ അവർ ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഗോപാലൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പശുവൃന്ദത്തിനരികിലേക്ക് ഓടി. സഹാക്കൾക്ക് വലിയ ആശ്ചര്യമായി. അവർ അങ്ങോട്ട് നോക്കിയപ്പോൾ പശുക്കൾക്കിടയിൽ ചന്തമുള്ള ഒരു വലിയ പൈക്കുട്ടി നിൽക്കുന്നത് കണ്ടു. നോക്കിക്കൊണ്ടിരിക്കെ ഗോപാലൻ അതിൻ്റെ പിൻകാലുകൾ പിടിച്ചു പൊക്കി വട്ടത്തിൽ വീശി പാറമേൽ അടിച്ചു. ഉടനെ അത് ഭയങ്കര അട്ടഹാസത്തോടുകൂടി ഒരു രാക്ഷസനായി മാറി രക്തശർദ്ദിച്ചു ചത്തുപോയി. അത് കണ്ട് കുട്ടികൾക്ക് പേടിയായി. ഗോപാലൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് എന്താണത് എന്ന് അന്വേഷിച്ചു. ഗോപാലൻ മന്ദഹാസത്തോടെ ഇപ്രകാരം പറഞ്ഞു, കംസന്റെ കൽപ്പന പ്രകാരം ഒരു ദുഷ്ടനായ അസുരൻ എന്നെ കൊല്ലാനായി വേഷം മാറി ഇവിടെ വന്നതാണ്. അവൻ രൂപം മാറി നമ്മുടെ ഗോവൃന്ദത്തിൽ നിൽക്കുകയായിരുന്നു. അവന് ഉചിതമായ ശിക്ഷ നൽകി കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗോപകുമാരന്മാർ
ഗോപാലൻ്റെ ദിവ്യദൃഷ്ടിയെയും ധൈര്യത്തെയും ബാഹുബലത്തെയും പ്രശംസിച്ചു. അവർ ഉത്സാഹഭരിതരായി പറഞ്ഞു, ഗോപാല, നീ അസുരന് അർഹിക്കുന്ന സമ്മാനം നൽകി. അവർ പിന്നീട് തങ്ങളുടെ കാലിക്കൂട്ടത്തിൽ തങ്ങൾക്ക് പരിചയമില്ലാത്ത പശുവോ കിടാവോ ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി. ഒരുപക്ഷെ വേറെ വല്ല അസുരന്മാരും അങ്ങനെ വേഷം മാറി വന്നിട്ടുണ്ടെങ്കിലോ, തങ്ങളുടെ പശുക്കളെ ഏതെങ്കിലും വേഷത്തിൽ രാക്ഷസന്മാർ വന്ന് വിഴുങ്ങിയാലോ സൂക്ഷിക്കേണ്ടതല്ലേ. ഇതിൽ പിന്നെ അവർ മറ്റൊരു മേച്ചിൽപ്പുറം തിരഞ്ഞു നടന്നു. കന്നുകളെ വൃക്ഷത്തണലിൽ നിർത്തി കുട്ടികൾ പുൽത്തകിടിയിൽ ഇരുന്ന് വിശ്രമിച്ചു. പ്രദോഷമായതോടുകൂടി ഒരു ബാലൻ പശുക്കളെ ആട്ടി ഒന്നിച്ചാക്കി സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അപ്പോൾ ഒരു പടുകൂറ്റൻ മൃഗങ്ങളെ തിന്നൊടുക്കുന്നത് അവൻ കണ്ടു. അവൻ ഉറക്കെ കൃഷ്ണ, ഗോപാല എന്ന് കൂകി വിളിച്ചു. ആർത്തനാദം കേട്ട ക്ഷണത്തിൽ ഗോപാലൻ അരികെ എത്തി. ബകാസുരൻ എന്ന കംസാചാരൻ വേഷം മാറി വന്നതാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ കൊറ്റിയുടെ കൊക്ക് ബലമായി പിടിച്ച് കൊക്കിൻ്റെ മേൽപ്പാളിയും കീഴ്പ്പാളിയും വലിച്ചു അകത്തി ആ പക്ഷിയെ തന്നെ രണ്ടായി പിളർന്നു. അങ്ങനെ അതിൻ്റെ വയറ്റിലകപ്പെട്ട പശുക്കളെ സ്വതന്ത്രരാക്കി. ഇങ്ങനെ നിത്യം നടത്തിയ ചമൽക്കാരങ്ങൾ വഴി കംസൻ അയച്ച ഓരോ ദുഷ്ടദൂതനെയും ഗോപാലൻ അന്തകപുരിയിലേക്ക് അയച്ചു. ഗോപന്മാർക്ക് ഇതൊരു വിനോദമായാണ് തോന്നിയത്. അതിനാൽ അവർക്ക് ആശ്ചര്യമില്ലാതെയായി. അവർ കൃഷ്ണൻ്റെ സാമർഥ്യവും ശക്തിയും മാനവാതീതവും ദുരൂഹവുമാണെന്നറിഞ്ഞു. അതിനാൽ പേടി കൂടാതെ അവൻ്റെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ അവർ സന്നദ്ധരായി. ഗോപാലനെ ഹനിക്കാൻ ഉദ്ദേശിച്ചു പോയ ബകാസുരൻ ഹതനായ വാർത്ത കേട്ട് അവൻ്റെ സോദരൻ കോപാകുഷ്ഠനായി. അവൻ പ്രതികാരം ചെയ്തേ അടങ്ങൂ എന്ന് പ്രതിജ്ഞ ചെയ്തു. എന്നിട്ട് ഒരു പടുകൂറ്റൻ പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ മേച്ചിൽ സ്ഥലത്ത് വന്ന് ഗോപാലന്മാരുടെ മാർഗത്തിൽ വായ് പൊളിച്ചു കിടന്നു. ബാലകൃഷ്ണനെയും ബലരാമനെയും ഒരുമിച്ച് വിഴുങ്ങാനായിരുന്നു ഉദ്ദേശം. അതിൻ്റെ വക്രം ഒരു വലിയ ഗുഹ മാതിരിയായിരുന്നു. അതൊരു കെണിയാണെന്ന് മനസ്സിലാകാതെ ഒരു നീണ്ട ഗുഹയാണെന്ന് കരുതി ഗോപാലന്മാർ ഉള്ളിലേക്ക് കടന്നു. ഗോപാലനോ ഇതൊരു അസുരൻ തന്നെയാണെന്ന് മനസ്സിലാക്കി അവൻ്റെ വായ്ക്കുള്ളിലേക്ക് നിർഭയം കടന്ന് വയറ്റിലേക്ക് കയറി ഉദരം വെട്ടിപ്പിളർത്തി അതിലുള്ള ജീവജാലങ്ങളെ പുറത്ത് കൊണ്ടുവന്ന് രക്ഷിച്ചു. അപ്പോൾ അവരുടെ ഭയം നിശേഷം നശിച്ചു. പിന്നീട് ഗോപാലൻ്റെ സംരക്ഷണത്തിൽ സ്വന്തം ഗൃഹങ്ങളിലേക്ക് മടങ്ങി. ആ സംഭവത്തിന് ശേഷം ഗോപന്മാരെ ഭീതിയുടെ കണിക പോലും തീണ്ടിയില്ല. ഗോപാലൻ സർവശക്തനായതിനാൽ എല്ലാ വിപത്തുകളിൽ നിന്നും തങ്ങളെ രക്ഷിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ അവർ പൂർണ്ണ വിശ്വാസത്തോടെ കൃഷ്ണനെ അനുഗമിച്ചു. കൃഷ്ണൻ്റെ ലീലകൾ ഓരോന്നും ഓരോ ചമൽക്കാരമായിരുന്നു. സാധാരണ മനുഷ്യർക്ക് ഇത്തരം അത്ഭുത കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയുമോ? ഇതെല്ലാം കണ്ടിട്ടും കൃഷ്ണനിൽ വിശ്വാസം വരാത്തവർ ഭൂമിക്ക് വെറും ഭാരമാണ്. സ്വാദോ ഉപയോഗമോ ഇല്ലാത്ത ഫലങ്ങൾ പോലെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ശീശുകൻ്റെ മുഖം ആന്തരിക മന്ദഹാസത്തിൽ ദീപ്തമായി. പ്രഭാപൂരിതമായ കണ്ണുകൾ തിളങ്ങി. ആ ദിവ്യ ജ്യോതിസിനെ മുന്നിൽ കാണുന്നുവോ എന്ന് തോന്നും വിധം ഒരേ കേന്ദ്രത്തിലേക്ക് തന്നെ വളരെ നേരം ഇമ വെട്ടാതെ നോക്കി. പരീക്ഷിത്ത് ചോദിച്ചു, ദാനവന്മാർക്ക് കൂടി ഈശ്വരന്മാരിൽ വിശ്വാസമുണ്ടായി. ആ ദിവ്യ ജ്യോതിയെ അവർ അർച്ചിക്കുന്നുവെന്നിരിക്കെ മനുഷ്യരിൽ ചിലർ മാത്രം മറക്കുകയും ബഹുമാനം കാണിക്കാതെ വിഗണിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർ കേൾക്കുന്ന ചെവിയെയാണ് വിശ്വസിക്കുന്നത്, കാണുന്ന കണ്ണിനെയല്ല. അതിന് കാരണം ഒന്നുകിൽ അവർ ചെയ്ത കൊടും പാപത്തിൻ്റെ ഫലമായിരിക്കും, അല്ലെങ്കിൽ വല്ല ശാപത്തിൻ്റെയും ഫലമായിരിക്കാം. ശ്രീശുകൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് നേരാണ്. കംസൻ, ജരാസന്ധൻ, സാലൻ, ശിശുപാലൻ എന്നീ നിഷ്ഠൂര രാജാക്കന്മാരെല്ലാം കൃഷ്ണൻ്റെ മഹാശക്തിയുടെ ദൃക്സാക്ഷികളാണെങ്കിലും ഭഗവാൻ വെറും ഗോപാലനാണെന്ന മിഥ്യാബോധം അവരുടെ മനസ്സിൽ കിടന്നു മുഴങ്ങുകയായിരുന്നു. അവർ ആകാശത്തിൽ നിന്നുണ്ടായ വാക്കുകൾ മാത്രമേ കേട്ടുള്ളൂ, കണ്ണുകൊണ്ട് കണ്ടതിന് വിശ്വസിച്ചില്ല. അതിനാൽ അവർ ലജ്ജാകരമായ വിധത്തിൽ ഹനിക്കപ്പെട്ടു. അവർ കണ്ട ചമൽക്കാരങ്ങളെ, പരമാശ്ചര്യ സംഗതികളെ, നേട്ടങ്ങളെ വിഗണിച്ചു. അവരുടെ രാജദൂതന്മാർക്ക് പറ്റിയ പരാജയങ്ങളെ വിസ്മരിച്ചു. എന്നിട്ട് കൺകണ്ട ദൈവത്തിന് മുറപ്രകാരം ചെയ്യേണ്ട ആദരവിനെ മറന്നു, തള്ളിക്കളഞ്ഞു. അവർക്ക് ശാപമേറ്റിരിക്കും എന്നല്ലാതെ മറ്റെന്തു പറയാൻ? ആ ശാപം അവരെ ബാധിച്ചത് വല്ല പാപകർമ്മങ്ങളുടെയും ഫലമായിട്ടായിരുന്നു.
ഉണ്ടായിരിക്കണം. ഗോപാലൻ ലോകപാലകനാണ്, വെറും കാലിമേയ്ക്കുന്ന ചെറുക്കനല്ല. ആ മഹാശക്തി സ്വീകരിച്ച രൂപം മനുഷ്യൻ്റേതാണ്, ഒരു പശുപാലൻ്റേത്. അത്രയേ ഉള്ളൂ. പക്ഷേ വാസ്തവം പറയുകയാണെങ്കിൽ അവൻ മോക്ഷദാതാവായ പുണ്യശരീരനാണ്. അവൻ്റെ കയ്യിൽ ശക്തി, യുക്തി, മുക്തി എന്നിവയൊക്കെയുണ്ട്. ആ യോഗീശ്വരൻ്റെ വാക്കുകൾ ശ്രവിച്ച് പരീക്ഷിത്തിന് അമിതാനന്ദമുണ്ടായി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാമഹന്മാർക്ക് ആ ദിവ്യ ഗോപാലൻ്റെ സഹവാസം ലഭിക്കുവാനുള്ള അനിതര സാധാരണമായ സൗഭാഗ്യം ഉണ്ടായിരുന്നു. അവർ അവൻ്റെ കൂടെ കളിയാടി, അവനോട് സംഭാഷണം നടത്തി. അവർക്ക് അവൻ്റെ സഹവാസം ലഭിച്ചു. ശരി, അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തിൻ്റെ വർണ്ണനയുടെ ഒരംശമെങ്കിലും കേൾക്കാനും തന്നിമിത്തമുള്ള ആനന്ദം അനുഭവിക്കാനും ഉള്ള ഭാഗ്യം എനിക്കും കരഗതമായിരിക്കുന്നു. ഇതുപോലും എൻ്റെ ഭാഗ്യമല്ലേ? എൻ്റെ പിതാമഹന്മാരുടെ ആശിസ്സുകൾ കൊണ്ടാണല്ലോ താങ്കളെപ്പോലെ വിശ്വവന്ദ്യനായ ഒരു ഋഷിപുങ്കവനിൽ നിന്നും ഇത് കേൾക്കാൻ കഴിയുന്നത്. ഒരു പ്രത്യേക സൗഭാഗ്യമില്ലാതെ ഇത്തരമൊരു സുവർണ അവസരം ലഭിക്കുമോ? പിന്നെ ചക്രവർത്തി ശ്രീശുകനോട് അപേക്ഷിച്ചു, സ്വാമി, ഗോപാലൻ കാളിയനെ പടത്തിൽ ചവിട്ടി നൃത്തം ചെയ്ത് അവൻ്റെ ഗർവം ശമിപ്പിച്ചു എന്ന് കേട്ടിരിക്കുന്നു. അതിൻ്റെ അന്തരാർത്ഥം എന്താണ്? ആ ചമൽക്കാരത്തിൻ്റെ അന്തസ്സത്ത എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിൻ്റെ ഒരു ആശ്ചര്യകരമായ ലക്ഷണമായി അതിനെ എങ്ങനെ ഗണിച്ചു? ഈ സംഗതികൾ വിശദമാക്കി എൻ്റെ സംശയങ്ങൾ അകറ്റിയാലും. സായിറാം.